ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അതിനു മുമ്പുണ്ടായ പാർലമെന്റിൽ പിടിച്ച വൈറസിന്റെ പേരിൽ ഭീതിയിലാണ്. അള്ളാഹു ആ വൈറസുകളൊക്കെ നശിപ്പിക്കുമാറാകട്ടെ. അപ്പോ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടം നമുക്ക് വരുമ്പോ ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെല്ലാം പ്രതിവിധി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് മുസീബത്ത് വന്നാലും എന്ത് ശിക്ഷകൾ നിങ്ങൾക്ക് ഇറങ്ങിയാലും രണ്ട് രക്ഷാകവചങ്ങളും കൂടെ മുറുകെ പിടിക്കുന്ന ആളുകൾ അല്ലാഹു യാതൊരു അദാബും നൽകൂല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. രണ്ട് രക്ഷാകവചം, ആ രണ്ട് രക്ഷാകവചം ആര് മുറുകെ പിടിക്കുന്നു അത് നമ്മുടെ കൂടെയുള്ള കാലത്ത് ജലപ്രളയമായാലും പൗരത്വമില്ലായാലും അതുപോലെ കൊറോണ അടക്കമുള്ള വൈറസുകളായാലും അവിടെയെല്ലാം നിങ്ങൾക്ക് രക്ഷ വേണോ, മുസ്ലിങ്ങൾക്ക് സംരക്ഷണം വേണോ, അവരുടെ കൂടെ നിർത്തേണ്ടുന്ന ഈ രണ്ട് രക്ഷാകവചങ്ങളെ അല്ലാഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയെ, നിങ്ങളെ സമുദായത്തോട് പറയണം, ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നിങ്ങളവരെ കൂടെ ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം. നിങ്ങളവരെ കൂടെ വന്നാലോ, നിങ്ങളവരെ കൂടെ ഉള്ള കാലത്തോളം അല്ലാഹു തആല അവരെ ശിക്ഷിക്കൂല. രണ്ടാമത് അല്ലാഹു പറയുന്നു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനോട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് സങ്കടപ്പെട്ട് മടങ്ങുന്ന കാലത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കൂല. അല്ലാഹു നമുക്കൊക്കെ കാവല് തരട്ടെ. അല്ലാഹു കാവല് തരട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങളെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു ഒരുവിധ ശിക്ഷയും നൽകൂല. കാരണം ഇവിടെ ലോകത്തിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, 3 കാര്യം എന്റെ സമുദായത്തിന്റെ ഇടയിൽ വ്യാപകമായ 3 കാര്യങ്ങൾ എന്റെ സമുദായത്തിന്റെ ഇടയിൽ വ്യാപകമായാൽ അല്ലാഹു തആല അവർക്ക് 4 തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കും. ഒന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയട്ടെ, ഇദാ അബഗദൽ മുസ്ലിമൂന ഉലമാഅഹും. ഇദാ അബഗദൽ മുസ്ലിമൂന ഉലമാഅഹും. മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരെ, മുസ്ലിങ്ങളിലുള്ള പണ്ഡിതന്മാരെ മുസ്ലിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുന്ന കാലം വന്നാൽ ഇദാ അബ്ഗദൽ മുസ്ലിമൂന ഉലമാഅഹും. മുസ്ലിം സമുദായം തന്നെ മുസ്ലിങ്ങളിലുള്ള മതപണ്ഡിതന്മാരെ വെറുപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്ന രണ്ടാമതോ, ഓ എന്റെ സഹോദരന്മാരെ, നബി തങ്ങൾ പറയുകയാണ്, അവരെ നാടുകളിലുള്ള അവരെ ടൗൺഷിപ്പുകള്, ടൗണിലുള്ള ബിൽഡിങ്ങുകൾ കെട്ടിപ്പടുക്കുന്ന ഒരു കാലം വന്നാൽ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, അവര് വലിയ ടൗണുകൾ ഉണ്ടാക്കാനുള്ള ബന്ധപ്പാട് നടത്തുന്ന കാലം വന്നാൽ
ഓരോ സ്ഥലങ്ങളിലും ബിൽഡിങ്ങൾ ഉയരുകയാണ്. ഇങ്ങനെ ദുനിയാവിൽ സമ്പത്ത് കൂട്ടണം എന്നൊരു ചിന്തയോടുകൂടെ ടൗണുകളെല്ലാം പൊക്കിക്കൊണ്ടുവരുന്നൊരു കാലം വന്നാൽ മൂന്നാമത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വദനാകഹു അലാ ജംഇ തറാഹിം, പരസ്പരം ബന്ധം സ്ഥാപിക്കുന്നത്, പരസ്പരം കൂട്ടുകൂടുന്നത്, പരസ്പരം വിവാഹം ചെയ്യുന്നത്, പരസ്പരം കുടുംബങ്ങളോട് അടുക്കുന്നത്, എല്ലാത്തിന്റെയും പിന്നിലുള്ള താല്പര്യം സമ്പത്തായിട്ട് മാറിയ ദിർഹമുകളെ ഒരുമിച്ച് കൂട്ടണം. ഈ ഒരൊറ്റ നിയ്യത്തിന് ബന്ധം സ്ഥാപിക്കുന്ന കാലം വന്നാൽ റമാഹുമുല്ലാഹു ബിഅർബഇ ഖിസാൽ, അല്ലാഹു തആല അവർക്ക് 4 തരം പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ 4 വിപത്തുകൾ ഏതാണ്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ എണ്ണുന്നു. ഒന്നേതാ ബിൽ കഹ്തി മിനസ് സമൻ, അവർക്ക് വെള്ളം കിട്ടൂല, അവർക്ക് കൃഷിയിടങ്ങൾ വറ്റി വരണ്ടു പോകും, സാധനങ്ങൾക്കെല്ലാം വില കൂടിപ്പോകും. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു, ഇങ്ങനെ വലിയ ദാരിദ്ര്യത്തിലേക്ക് അവരകപ്പെട്ടു പോകും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്നാലോ രണ്ടാമത് മുതൽ നബി തങ്ങളെ പറയുകയാണ് വജൗരി സുൽത്താൻ, അവരെ ഭരണാധികാരികൾ അക്രമികളാകും, അവരെ ഭരണാധികാരികളെ കണ്ണു ചോരയില്ലാത്തവരാകും, അവരെ ഭരണാധികാരികളെ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നവരാകും. ഇത് അല്ലാഹു തആല കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണമാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മുടെ ഭരണാധികാരികളാണ്. നമ്മളെ വീട്ടിൽ ഫാസിസം കളിച്ചാൽ നമ്മളെ ഭരണാധികാരികൾ നമുക്കെതിരെ ഫാസിസം കളിക്കും. നമുക്കറിയാലോ, ഈ പൗരത്വ ബില്ലും നാട് കടത്തലൊക്കെ മുമ്പേ ഉണ്ട്. നമ്മളെ വീടുകളിൽ ഉണ്ടായിട്ട് നാട് കടത്തുന്ന സ്വഭാവം പല ആളുകളും പല ഉമ്മമാരെയും പ്രായമുള്ള ഉപ്പമാരെയും വീടുണ്ടാക്കി വെച്ചപ്പോ വലിയ വീട്ടില് പ്രായമുള്ള ഉമ്മ വെറ്റില ചവച്ച് തുപ്പുന്ന് കണ്ടപ്പോ മകനാ ഉമ്മാനെ നാട് കടത്തി പൗരത്വം നിഷേധിച്ച് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ട് ചേർത്തു. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആ ഉമ്മമാരുടെ കണ്ണുനീരാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. പ്രായമുള്ള ബാപ്പാനോട് ബഹുമാനല്ല, ആ ബാപ്പാക്കൊരു സ്ഥാനമില്ല, ബാപ്പ പറഞ്ഞാൽ കേൾക്കൂല, ബാപ്പാക്ക് വീടിന്റെ അകത്തളങ്ങളിൽ ഒരു സ്ഥാനവുമില്ലാത്ത വെറും ഒരു കരിവേപ്പില പോലെ മനസ്സുരുന്നുകൊണ്ട് ഒരുപാട് ഉപ്പമാരുടെ കണ്ണുനീരിന്റെ ഫലം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനേ. ഓ എന്റെ മുഅ്മിനീകളെ, നമ്മുടെ കൂടെയുള്ളതോട് ഫാസിസം കളിച്ചാൽ നമ്മുടെയൊക്കെ മുതിർന്ന ആളുകൾ നമ്മളോട് ഫാസിസുകളായിട്ട് മാറും. വജൗരി സുൽത്താൻ, നിങ്ങളെ ഭരണാധികാരികൾ അക്രമികളായിട്ട് മാറും. മൂന്നാമതോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാണെന്നറിയോ? നീതിപീഠത്തിൽ നിന്ന് വഞ്ചന അവർക്ക് ലഭിക്കുകയാണ്. നീതി കിട്ടേണ്ട കോടതിയിൽ നിന്നവർക്ക് നീതി കിട്ടൂല. ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്കുള്ളതാണ്. ബാബരി മസ്ജിദ് കൊല്ലങ്ങൾക്ക് മുമ്പേ മുസ്ലിങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരാധനാലയമാണ്. അവർക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ്. പക്ഷേ അത് ഞങ്ങളെ മുസ്ലിങ്ങൾക്ക് കൊടുക്കൂല എന്ന് നീതി പ്രതീക്ഷിക്കുന്ന ഹൈക്കോടതികളിൽ നിന്ന് അനീതി നിങ്ങൾക്ക് ലഭിക്കുകയാണ്.
വൽഖിയാനതി മിൻ ദവിൽ വിധികർത്താക്കൾ നിങ്ങളെ വഞ്ചിക്കുന്ന കാലം വരും. ഇത് അല്ല നിങ്ങൾക്ക് കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണമാണ്. നാലാമത്തെ പരീക്ഷണം ബഹുമാനപ്പെട്ട നിബിതങ്ങൾ പറയുകയാണ്. നിങ്ങളെ ശത്രുക്കൾ നിങ്ങളെ കൂട്ടം കൂട്ടമായി ആക്രമിക്കോ, നിങ്ങളെ വീടുകളിലേക്ക് കടന്നു വരോ, നിങ്ങളെ മക്കളെ അവരെ നശിപ്പിക്കോ, നിങ്ങളെ കുടുംബങ്ങൾ അവരെ നശിപ്പിക്കോ, അവരെ കൂട്ടം കൂട്ടമായി നിങ്ങളെ തല്ലിച്ചതോ. ഇങ്ങനത്തെ നാലാമത്തെ പരീക്ഷണം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാ ദുനിയാവിലുള്ള ഒരു മുസീബത്തും നിങ്ങൾക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരെ അതിരാവിലെ 3 വട്ടം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അല്ലാഹു ചൊല്ലാൻ തൗഫീഖ് തരട്ടെ. ഏതാണ് ആ ദിക്ർ? നമുക്കൊക്കെ പരിചയമുള്ള ദിക്ർ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഹദ്ദാദിനെ നമുക്ക് ചൊല്ലി മുമ്പ് വരികയും ഹദ്ദാദൊക്കെ ഇല്ലാതായി. ഇപ്പൊ പള്ളിയില് ഹദ്ദാദൊക്കെ കമ്മിയാണ്. പള്ളിയിലെ മുക്കറി കത്തി ഓതിക്കൊള്ളല്ലെങ്കിൽ ശമ്പളം കണ്ട നാട്ടുകാർക്ക് വേണ്ട, കമ്മിറ്റിക്കാർക്ക് വേണ്ട. ഇവിടെ എങ്ങനെ എനിക്കറിയില്ല. അല്ലാഹു തആല നമുക്ക് സന്തോഷം തരട്ടെ. അല്ലാഹു സന്തോഷം തരട്ടെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഈ ദിക്ർ നിങ്ങൾ അതിരാവിലെ 3 തവണ ചൊല്ല. എന്നാൽ വൈകുന്നേരം വരെ നിങ്ങൾക്കൊരു പ്രയാസവും വരൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഒരു വിപത്തും ഒരു അപകടവും ഒരു പ്രയാസവും വൈകുന്നേരം വരെ ഇത് 3 തവണ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. മുഹമ്മദ് മുസ്തഫ നബിന്റെ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുത്തു റസൂലുള്ളാഹി തങ്ങള് ഇത് നിരന്തരം നമ്മളോട് പതിവാക്കാൻ പറഞ്ഞ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ നഹാവത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ പിടിച്ചടക്കി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോ ഒന്നിരിക്കൽ ഖാലിദിനെ ഇസ്ലാമിൽ നിന്ന് രാജിയായി ഞങ്ങൾ പറയുന്ന ഇടങ്ങളിലേക്ക് നീ വന്നോളണം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെച്ചേക്കില്ല എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞപ്പോൾ ആ ഖാലിദ് എന്നവര് പറഞ്ഞൊരു വാക്കാണ്, എന്റെ മതം ഇസ്ലാം സത്യമാണ്, ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. അത് നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ ഞാൻ സന്നദ്ധരാണ് എന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ശത്രുക്കളെ മുമ്പിൽ കാര്യം തുറന്നു പറഞ്ഞപ്പോ അവര് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് തങ്ങളെ കയ്യിലേക്ക് ഒരു പാത്രത്തിൽ വിഷം കൊടുത്ത് കടും വിഷം കുടിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷം കൊടുത്തിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, എന്നാ നീ ഇതൊന്ന് കുടിക്കുക, നിന്റെ ഇസ്ലാമിന് മഹത്വമുണ്ടെങ്കിൽ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾക്ക് മഹത്വമുണ്ടെങ്കിൽ എന്റെ ഖാലിദേ നിങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല, പറ്റിയാൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വന്നോളണം എന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞപ്പോ ആ ശത്രുക്കളെ മുന്നിൽ വിഷം കൈകളിലേക്ക് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ 3 തവണ ചൊല്ലി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു വിഷം കുടിച്ചപ്പോ ആ ഖാലിദ് തങ്ങൾക്ക് ഒരു കുലടും പറ്റിയില്ല. അവിടെയുണ്ടായിരുന്ന ഒട്ടുമുക്ക ഇസ്ലാമിന്റെ ശത്രുക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചരിത്രമാണ്. ഇത്രയും വലിയ ഫളിലുള്ള പാമ്പ് കടിക്കൂലാതെ തേള് കൊണ്ടൂലാതെ എന്ന് കരുതി ദിക്റ് ചൊല്ലി ഹദ്ദാദ് ചൊല്ലി ടോർച്ചൊന്നും ഇല്ലാതെ പുറത്തിറങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കയ്യിലുണ്ടായിക്കോട്ടെ. സംരക്ഷണം എപ്പോഴും നമ്മുടെ കയ്യിൽ വേണമല്ലോ. ആത്മീയ സംരക്ഷണവും വേണം, ഭൗതിക സംരക്ഷണവും വേണം. ഇതങ്ങോട്ട് ചൊല്ലിയിട്ട് ഒരാളെ പറയാം അപകടം പറ്റില്ല എന്ന് ട്രെയിനിന്റെ മുമ്പ് കടിച്ചാടിയ പിന്നെ അവസാന ദിക്റാക്കാരുണ്ട്. അല്ലാഹു തആല കാവല് തരട്ടെ.
കാവല് നേരത്തെ ഞങ്ങൾക്കൊക്കെ ഉറക്കാമിമാരുള്ള തൗഫീഖ് അത് വേറെ തരട്ടെ. അൽഹംദുലില്ലാഹ് എനിക്കിതിങ്ങനെ കാണുമ്പോ അസൂയ തോന്നുന്നു. 6 കൊല്ലായിട്ട് അത് നടത്തുകയാണെങ്കിൽ എന്താ ഇതിന്റെ ബാക്കിലുള്ള കുട്ടൻസ് എന്നൊരു കൊടുത്തുമല്ല. ഒന്നിനേക്ക് ഈ ഉസ്താന്റെ രീതിയാക്കി എന്താ അവസാനം. ഞാൻ സാധാരണ എത്ര ഉസാല ചൊല്ലലില്ല, ആ രീതി ഒപ്പിച്ചു പോയത്. അല്ലാഹു തആല മക്കൾക്ക് ഈമാനും തരട്ടെ. എന്താണ് അതിന്റെ കാരണം? അത് ഇവിടുത്തെ നേതൃത്വം നമ്മുടെ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ പരമ്പരക്കും ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഅൻത ഫീഹിം. ഒന്ന്, നിങ്ങളുടെ സമുദായത്തോട് ധാരാളം ദിക്ർ ചൊല്ലാൻ പറയണം. ഓ എന്റെ ഉമ്മമാരെ, ഖുർആൻ നമ്മുടെ വീട്ടിലോതണം, സ്വലാത്തുകൾ നമ്മൾ ധാരാളം ചൊല്ലണം, അദ്കാറിനെ നമ്മൾ ധാരാളം പാരായണം ചെയ്യണം. നമ്മുടെ മക്കളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കും, അതാത് നമ്മുടെ വീട്ടിൽ നിരന്തരം ചൊല്ലണം. ഓ എന്റെ ഉമ്മമാരെ, കുട്ടികൾക്ക് പരീക്ഷയാണ്. പരീക്ഷയിൽ വിജയം വേണോ? ദിക്റുകൾ ചൊല്ലണം. പരീക്ഷയിൽ വിജയിക്കാനുള്ള സ്വലാത്ത് ബഹുമാനപ്പെട്ട അലി ഹസൻ ഷദ്ദാദ് തങ്ങളിലൂടെ താജുലുലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പാക്ക് കിട്ടിയൊരു സ്വലാത്തുണ്ട്. നല്ലോണം പഠിക്കുന്ന കുട്ടികളും ബുദ്ധിയോടും അവരെ പരീക്ഷയിൽ അവർക്ക് മനക്കരുത്തുണ്ടാകും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹയ്യിൻ നുഫൂസി സ്വലാത്തൻ തുസ്ഇദുനാ ബിഹാ ഫീ ജമീഇ ദുറൂസി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് കൊണ്ട് പരീക്ഷാർത്ഥികൾക്ക് വിജയം നേടും. ഓ എന്റെ സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരൊറ്റ കവചം നമുക്കുള്ളത് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവോട് ദുആ ഇരക്കലാണ്, റബ്ബിലേക്ക് കണ്ണീരൊഴിക്കലാണ്, റബ്ബിനോട് സങ്കടം പറയലാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഓ നബിയേ, നിങ്ങളുടെ സമുദായത്തോട് പറയണം, അവർ റബ്ബിനോട് പറയാത്ത കാലത്തോളോ, റബ്ബിനോട് സങ്കടം പറയാത്ത കാലത്തോളോ അവരെ കാര്യത്തിലെ പടച്ചറപ്പ് ഒരു വിലയും കൊടുക്കൂല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ഉമ്മമാരെ, ഡൽഹിയിൽ നടക്കുന്നത് കണ്ട് നെടുവീർപ്പെട്ടത് കൊണ്ടായില്ല, യു പിയിൽ നടക്കുന്നത് കണ്ട് സുബ്ഹാനല്ലാഹ് കണ്ണുരുട്ടി പേടിപ്പിച്ച് പല ആളുകളും ഭീതിപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങളും നെഞ്ചുപൊട്ടിയത് കൊണ്ടായില്ല. ആ പാവങ്ങൾക്ക് വേണ്ടി ദുആയിരക്കാൻ നമുക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ? പതിരാത്രിയിൽ എണീക്കുന്ന ആളുകൾ യജമാനനായ റബ്ബിനോട് ദുആയിരക്കുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആയിരക്കണേ. നമ്മുടെ ഇന്ത്യയുടെ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന പീഡനം അനുഭവിക്കുന്ന പീഡിതർക്ക് വേണ്ടി നമ്മുടെ ദുആയിരക്കണം. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണേ റഹ്മാനേ. ഒന്നാമത് നമുക്കുണ്ടാവേണ്ട ആയുധം, ഒന്നാമത് നമ്മുടെ കയ്യിലുണ്ടാവേണ്ട കവചം നമ്മുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങലാണ്. രണ്ടാമതോ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ മുറുകെ പിടിക്കലാണ്, ഹബീബിനെ കൂടെ കൊണ്ട് നടക്കലാണ്, നബി തങ്ങളോട് മഹബത്തുണ്ടാക്കലാണ്, നബി തങ്ങളെ പേരിൽ മദ്ഹ് ചൊല്ലലാണ്. നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മലൈബാരി റളിയല്ലാഹു അൻഹു, ആ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ കാലത്ത് ലോകമെമ്പാടും വലിയ അപകടങ്ങൾ ഉണ്ടായപ്പോ, കോളറയുണ്ടായപ്പോ, പല ആളുകളും മരിച്ചു വീഴുന്ന വൈറസ് വരുന്നപ്പോ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളോട് അക്കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളടക്കം സാധാരണക്കാരടക്കം ഇങ്ങനത്തെ ഒരു വൈറസിനെ കുറിച്ച് പറഞ്ഞ നേരം അന്ന് ബഹുമാനപ്പെട്ടവരെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൈകളിലേക്ക് നൽകിയതാണ് മങ്കൂസ് മൗലൂദ്. ആ
മാസമൗലീദിലുള്ളതെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ആ നബിതങ്ങളെ മദ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നബിതങ്ങളെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഹബീബായ നബിതങ്ങളെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദ് മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദീ. നാളെ നരകമാകുന്ന കുണ്ടാരത്തുന്നുപോലും സകല സൃഷ്ടികളെയും രക്ഷപ്പെടുത്താൻ അല്ലാഹ് അധികാരം കൊടുത്ത ഒരേ ഒരു നേതാവാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി അതിനേക്കാൾ വലുതാണോ ഇന്ന് ദുനിയാവിലുള്ള ജയിലുകള്? ഇന്ന് ദുനിയാവിൽ സ്ഥാപിക്കപ്പെട്ടു എന്നും പെടുന്നു എന്നും പറയപ്പെടുന്ന തുറങ്ങലുകള് അവിടെയൊന്നുമല്ല. അതിനേക്കാ വലിയ ശിക്ഷയാകുന്ന നരകത്തിൽ നിന്നുപോലും സകലമാന അടിമകളെയും സകലമാന സൃഷ്ടികളെയും രക്ഷപ്പെടുത്താൻ അല്ലാഹ് അധികാരം കൊടുത്ത നേതാവാണ് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇസ്മായിൽ ഹിക്കി തങ്ങൾ പറയുന്നുണ്ട്, വൽ ആയത്തു ദലീലുൻ അലാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫാ. അല്ലാഹുവിന്റെ അടുക്കൽ ഹബീബിന് വലിയ സ്ഥാനമുണ്ട് എന്ന് ഈ ആയത്ത് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഹൈതു ജഅലഹു സബബൻ ലിഅമാനിൽ ഇബാദ്. സകലമാന അടിമകളുടെയും സംരക്ഷകനായി അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹ് തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് എന്റെ ഉമ്മമാരോട്, എന്റെ ഉമ്മ സഹോദരിമാരോട്, എന്റെ രക്ഷിതാക്കളോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോട് നമുക്കിനി രക്ഷ വേണോ? ഹബീബിലൂടെയേ ഉള്ളൂ എന്നല്ലാതെ ഒരു ഭരണാധികാരികളെയും ഒരാളും പ്രതീക്ഷിക്കണ്ട. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളിലൂടെ സംരക്ഷണമാണ്. അതല്ലേ ഇമാം മൗസൂരി തങ്ങൾ പറഞ്ഞതും, ഓ നബിയേ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക മൻ ലൗഹി വൽ ഖലമി തുൽകോ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ ഔദാര്യമാ നമുക്ക് കിട്ടിയ ദുനിയാവ് നമ്മുടെ വീട് മുത്തുനബിയുടെ ഔദാര്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ശബ്ദം ഹബീബായ നബിതങ്ങൾ ഔദാര്യമാണ്. നമ്മുടെ ആരോഗ്യം ഹബീബായ നബിതങ്ങൾ ഔദാര്യമാണ്. നമുക്ക് കിട്ടിയ മക്കള് മുത്തുനബിതങ്ങളുടെ ഔദാര്യത്തിന്റെ ഭാഗമാണ്. അല്ലാഹു തആല കൊടുക്കുമ്പോൾ അതെല്ലാം വീതം വെച്ചു കൊടുക്കുന്ന നേതാവാണ് ഞാനെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം ഹബീബിലൂടെ, നമ്മുടെ സംരക്ഷണം ഹബീബിലൂടെ, നമ്മുടെ വീടിന്റെ കാവൽ ഹബീബിലൂടെ, അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ ഹബീബിലൂടെ, രോഗത്തിന്റെ ശമനം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ. ഈ ദുനിയാവിലുള്ള യാത്ര കഴിഞ്ഞ് നാളെ ആഖിറത്തേക്ക് പോകുമ്പോൾ
വന്നപ്പോഴോ മരണനേരത്തെ മുത്തു മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ കാവലകൾ എന്നവരുണ്ട്, റസൂലുള്ളാഹി തഹ്ലീൽ ചൊല്ലിക്കൊടുക്കുന്നവരുണ്ട്, മയ്യത്തിനെ അനുഗമിക്കാൻ ഹബീബായ നബി തങ്ങളെ പങ്കെടുക്കപ്പെടുന്നവരുണ്ട്. ഓരോരുത്തരുടെയും മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോ ആ ഖബറിലേക്ക് ഹബീബായ നബി തങ്ങളെ കൊണ്ട് ഖബറിലേക്ക് വെക്കപ്പെടുന്ന മയ്യത്താവാൻ സൗഭാഗ്യം കിട്ടുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലുമുള്ള രക്ഷകനാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ ബറേൽ റളിയല്ലാഹു അൻഹു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആശിഖല്ലയോ, ധാരാളം ഹബീബിന്റെ മധു പറഞ്ഞ ആളല്ലയോ, ധാരാളം കിതാബുണ്ടാക്കിയ പണ്ഡിതനല്ലയോ. ആ ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ ബറേൽ തങ്ങള് മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിക്കുകയാണ്. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് മഹാനായ അഹ്മദ് റിളാ ഖാൻ തങ്ങളെ ആ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ എനിക്കൊരു വസിയ്യത്ത് പറയാനുണ്ട്, എനിക്കൊരു വസിയ്യത്ത് പറയാനുണ്ട്. പക്ഷെ അത് നിങ്ങളോടല്ല, എന്റെ മക്കളോടല്ല, എന്റെ കുടുംബങ്ങളോടല്ല. നമ്മളാരും പരിഗണിക്കാത്ത നമ്മളെ പള്ളിയുടെ പരിസരങ്ങളില് എവിടെ ഖബറ് കുത്തിയോ ആ ഖബറ് കുത്താൻ നേതൃത്വം നൽകുന്ന ഒരാളില്ലോ, അദ്ദേഹത്തോടായി എനിക്ക് വസിയ്യത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ പറയുകയാണ്. ആ ഖബറ് കുത്തുന്ന അഹ്മദ് റിളാ ഖാൻ തങ്ങളെ മുമ്പിലേക്ക് വന്നപ്പോഴോ അഹ്മദ് റിളാ ഖാൻ തങ്ങളെ ഇദ്ദേഹത്തിന്റെ ചെവി അടുത്ത് വെച്ചിട്ട് പറയാ, മോനെ എന്റെ ഖബറ് എല്ലാവരും ഖബറും കുത്തുന്ന പോലെ കുത്താൻ പറ്റൂല, എനിക്ക് ചെറിയ ഒരു വസിയ്യത്തുണ്ട്. എന്റെ മയ്യത്ത് വെക്കുന്ന കുഴിയുണ്ടല്ലോ, ആ കുഴിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്ന വിധേനമല്ല ആഴമുണ്ടായിരിക്കണോ. ഞാൻ എണീറ്റ് നിന്നാൽ തല തട്ടാൻ പാടില്ല, കരിങ്കല്ലിന്റെ മേലിൽ തല തട്ടാൻ പാടില്ല, വെട്ടുകല്ലിന്റെ മേലിൽ തല തട്ടാൻ പാടില്ല, കുരിടീസിന്റെ മേലിൽ തല തട്ടാൻ പാടില്ല. എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയണോ എന്നൊരു വസിയ്യത്ത് ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ ബറേൽ തങ്ങളെ ഈ ചെറുപ്പക്കാരനോട് വസിയ്യത്ത് കൊടുക്കുമ്പോ ആ ചെറുപ്പക്കാരന് അഹ്മദ് റിളാ ഖാൻ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല തങ്ങളെ, ധാരാളം വസിയ്യത്തുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു വസിയ്യത്ത് ആദ്യമാണല്ലോ, നിങ്ങളിങ്ങനെ വസിയ്യത്ത് പറയാനുള്ള കാരണമെന്താണ്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങളെ ആ ചെറുപ്പക്കാരനോടും കൂടെ നിന്ന ശിഷ്യന്മാരോടും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്നെ ഖബറിൽ വെച്ചാൽ ഏതൊരു ഖബറിലേക്കും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങളെ മലായിക്കത്തുകളെ കൊണ്ടുവരുമല്ലോ. എന്നിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്ന നേരം എന്റെ ഹബീബായ നിബിതങ്ങളെ ഖബറിൽ വന്നാൽ എനിക്ക് ബഹുമാനിക്കാതെ കിടക്കാൻ കഴിയൂല. എന്റെ ഹബീബിനെ കാണുമ്പോ എനിക്ക് എണീറ്റ് നിൽക്കണം. അതിനാ ഞാൻ ഖബറിന് നല്ല ആഴം വേണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഹബീബിന് വേണ്ടി ജീവിച്ച ആശിഖീങ്ങൾ, ആ ആശിഖീങ്ങളിലാ കണ്ടൂർ ഉസ്താദുള്ളത്. ആ ആശിഖീങ്ങൾ പോലും ബഹുമാനിച്ചവരാ താജുൽ ഉലമ ഉള്ളാളങ്ങളെ. ആ താജുൽ ഉലമക്ക് ശേഷം ആ സ്ഥാനത്ത് കയറി വന്നവരാ നൂറുൽ ഉലമയെ ഉസ്താദ്. അല്ലാഹുവേ, അവരെയൊക്കെ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഇന്ന് ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ആ സ്ഥാനത്ത് വന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന സുൽത്താനുൽ ഉസ്താദ് അവറുകൾക്കും റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകൾക്കും ബദറു സാദാത്ത് ഖലീൽ തങ്ങളും എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുകൾക്കും നീ ഹിമ്മത്ത് നൽകണേ റഹ്മാനേ, ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ പാവങ്ങളാ, ധാരാളം തെറ്റുപറ്റിയവരാണ് അല്ലാഹ്. ഞങ്ങളെ തെറ്റുമാപ്പാക്കാൻ നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് മടങ്ങാനില്ല, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനില്ല, നീയല്ലാതെ ഞങ്ങളെ സ്വീകരിക്കാനില്ല. അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ഇങ്ങനെ വന്നു ചേരുകയാണ്. ഞങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങളെ കൊണ്ട് തന്നെ കഴിയുന്നില്ല. ഞങ്ങളെയൊക്കെ നീയൊന്നും നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സകല തെറ്റും നീ മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങൾ നിർവഹിക്കുന്ന ഒരു ഇബാദത്തിനും ഒരു ദിക്റിലും ഒരു നിസ്കാരത്തിലും ഒരു ഖുതുബയിലും ഒരു ജുമയിലും ഞങ്ങൾക്ക് ഇഖ്ലാസ് വരുന്നില്ല. ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങളെ ഒരു പ്രവർത്തനവും നീ വെറുതെയാക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ധാരാളം ആലിമീങ്ങൾ വന്നു അവരെ നേതൃത്വത്തിൽ ഞങ്ങളെ മൗലീദ് ചൊല്ലി അതിന് ഞങ്ങൾക്ക് വീടൊരുക്കി തന്നു. പല ചെറുപ്പക്കാരും തിരക്കിന്റെ ഇടയിലും വന്നിരുന്നു. ധാരാളം കുടുംബ സഹോദരിമാര് വന്ന് പങ്കെടുത്തു. പ്രായമുള്ള ഉപ്പമാര് വന്ന് പങ്കെടുത്തു. ഞങ്ങൾക്കെല്ലാം ബദരീങ്ങളെ കാവല് തരണേ റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങളെ പാപങ്ങളും മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളാരെയും നീ കടത്തല്ലേ റഹ്മാനേ, തളർത്തല്ലേ റഹ്മാനേ. ഞങ്ങൾക്ക് കേടുപാടുകളെ തരല്ലേ റഹ്മാനേ. ഞങ്ങളെ മക്കളെ പോറ്റേണ്ടതും ഉമ്മായ നോക്കേണ്ടതും വീടിന്റെ ഇടം വീട്ടേണ്ടതും വീടില്ലാത്തവന് വെച്ചു കൊടുക്കേണ്ടവനവന് ഒരുപാട് കുടുംബങ്ങൾക്ക് സഹായം കൊടുക്കേണ്ടവരും കുടുംബത്തിലുള്ള പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടതും പഠിക്കുന്ന ഞങ്ങളെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കേണ്ടതും അവർക്ക് കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതും ഞങ്ങളിലുള്ള ഒരു ബാധ്യതയാണ്. 25ഓളം താലിമീങ്ങളെ മുജാഹിദുകൾ മാത്രമുള്ള സ്ഥലത്ത് ഞങ്ങളെ ദർസ് തുടങ്ങിയവർക്ക് ഭക്ഷണം വെക്കണോ, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണോ, ക്യാന്റീനിലുള്ള ആളിന് ശമ്പളം കൊടുക്കണോ, അവർക്കൊക്കെ പ്രതീക്ഷ ഞങ്ങളിലൂടെയാണ്. ഈ അല്ലാതെ ഞങ്ങൾക്ക് കാവലില്ല റഹ്മാനേ. ഞങ്ങൾക്ക് നീ രോഗം തരല്ല അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ മാറാരോഗങ്ങൾ തരല്ലേ റഹ്മാനേ. ക്യാൻസറിലേക്ക് ഞങ്ങളെ അടുപ്പിക്കല്ല അല്ലാഹ്. ട്യൂമറിലേക്ക് അടുപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്ക് കേട് തരല്ല അല്ലാഹ്. ഞങ്ങളെ ലിവറിന് പ്രശ്നം തരല്ല അല്ലാഹ്. ഇനി ഞാൻ ഞങ്ങളെ മംഗലാപുരത്ത് വയതിന് പോയപ്പോ സ്ഥിരമായി ഞങ്ങൾ താമസിക്കുന്ന വീട്ടുകാരൻ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന വീട്ടുകാരൻ മൊയ്തു ഹാജി, സുള്ളീനുള്ള മൊയ്തു ഹാജി, അദ്ദേഹത്തിന്റെ ലിവർ മുഴുവനും നശിച്ചു മാറ്റിവെക്കണം ഉസ്താദേ എന്ന് പറഞ്ഞ സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ദുആയിരക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, നീയാണ് ഷാഫിയുള്ളത്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ചൊല്ലിയ ബദർ മൗലീദിന്റെ ബറക്കത്ത് കൊണ്ട് ഹാജിയുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ റഹ്മാനേ. കാവല കൊടുക്കണേ റഹ്മാനേ.
സലാമത്ത് നൽകണേ റഹ്മാനെ. ഒരു പ്രയാസവും നൽകല്ല അല്ലാഹ്. ഏത് ഡോക്ടറെ കൈയൊഴിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിലുമുണ്ട് പല വിഷമമുള്ളവർ ഇവിടെ ഒരുമിച്ച് കൂടിയവരിൽ എല്ലാവർക്കും രക്ഷ നൽകണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരുണ്ട് വേദന കടിച്ചമർത്തുന്നവർ, നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കും ഒരു രോഗവും മരിച്ചുപോയ ഞങ്ങളെ ബാപ്പയടക്കം മുഴുവൻ ആളുകൾക്കും സ്വർഗം നൽകണേ റഹ്മാനെ. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ഖബറിലേക്ക് ഞങ്ങളെ മജ്‌ലിസിന്റെ മിഥില സവാബ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഒരാളെയും നരകത്തിലിട്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് ജോലിയില്ല, വിദേശത്ത് വലിയ പ്രയാസമാണ്. ഉസ്താദേ ദുആയിരക്കണമെന്ന് കടം വീടാം ദുആയിരക്കം പറഞ്ഞവരുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ സ്നേഹിതന്മാർ ദുആ വസിയത്ത് ദുആ കൊണ്ട് കടമപ്പെട്ടവരവർ ഒരാളെയും നീ വിഷമത്തിലാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീണ്ടി തരണേ റഹ്മാനെ. കടം വീട്ടാൻ വഴിയൊരുക്കി തരണേ റഹ്മാനെ. ഞങ്ങളാരെയും ഒരാളുടെയും കടമവാക്കി വെച്ച് കടം ബാക്കി വെച്ച് മരിക്കേണ്ട ഗതികേട് തരല്ല അല്ലാഹ്. പലയിടങ്ങളിലേക്കും ഞങ്ങൾ യാത്ര പോകുന്നവരാണ്, നീ കാക്കണേ റഹ്മാനെ. കാവലാകണേ റഹ്മാനെ. ഞങ്ങളെ അപകടത്തിൽ വെളുത്തി കൈകാലുകളെ മുറിച്ചു മാറ്റല്ലേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, തെങ്ങിന്റെ മുകളിൽ കയറി വീണ് നടുവല്ല വെളുത്തി 8 കൊല്ലമായി ഒരേ കിടപ്പില് ഒരേ ഒരു അത്താണിയായ ആ ഭർത്താവിന് വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ റഹ്മാനെ. നീ ശിഫ നൽകണേ റഹ്മാനെ. ഒരു വിപത്തിലോ ഒരു കൊറോണയിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ നാട്ടിൽ നിന്ന് ലോകത്തിൽ നിന്നത് നീ തുടച്ചു മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ പള്ളി കൂട്ടി, മദ്രസ കൂട്ടി, സ്കൂള് കൂട്ടി, വയത് കൂട്ടി എല്ലാം അടക്കപ്പെട്ട ദീനിന്റെ മേഖലകളൊക്കെ അടഞ്ഞു കിടപ്പാണ്. നീയാണ് ഞങ്ങൾക്ക് രക്ഷകൻ. നീ കാവലാകണേ അല്ലാഹ്. നീ കാവലാകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്നേഹമുള്ള ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന, ഞങ്ങളെ ബഹുമാനിക്കുന്ന, ഞങ്ങളെ ഇങ്ങോട്ട് ബഹുമാനിക്കുന്ന ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞവരും അല്ലാത്തവരുമുണ്ട്. അവരെയെല്ലാം ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ നാട്ടിലെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ നിഅമത്തുകളും പഠിപ്പിക്കണേ റഹ്മാനെ. ഹയാത്തുള്ള ഞങ്ങളെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരെ നീ പെട്ടെന്ന് കൊണ്ടുപോകല്ല അല്ലാഹ്. അവരോട് പറഞ്ഞ വല്ല വാക്കോ പ്രവർത്തനങ്ങളോ അവർക്കിഷ്ടമില്ലാത്തത് വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഇഖ്ലാസ് ഉണ്ടായിട്ട് ചെയ്തൊരു അമലുണ്ടെങ്കിൽ അവരോടുള്ള മഹബത്ത് മാത്രമാണ്. നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ റഹ്മാനെ. അവരെ കൂടെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു ദിവസത്തെ ഭക്ഷണം 3000 രൂപ എന്ന ഒരു പദ്ധതിയുമായി ഞങ്ങളെ പ്രവർത്തകരെ സമീപിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തത് ഞങ്ങൾക്കായിട്ടുണ്ട്. ബാക്കി 11 മാസത്തിനുള്ളത് ഞങ്ങളെ സുന്നി സെന്ററിൽ വേണം. ഒരു കൊല്ലത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണം എന്ന നിലക്ക് ഞങ്ങളത് പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ നീ അത് വിജയിപ്പിക്കണേ റഹ്മാനെ. ആരൊക്കെ സഹകരിച്ചോ അവർക്ക് ഒരു കൊല്ലത്തിന്റെ ഉള്ളിലായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
നിവിധങ്ങള് സ്വപ്നം കാണാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഹബീബിനെ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഹബീബിനെ കണ്ടോണ്ട് മരിക്കാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹുവേ. പുത്തൻവാദികൾക്കിടയിലെ ഞങ്ങളെ സ്ഥാപനത്തെയോ ഞങ്ങളെയോ പ്രസ്ഥാനത്തെയോ നീ വഷളാക്കല്ല മുഅ്മിനീങ്ങളെ മനസ്സ് അതുമായി നീ ബന്ധിപ്പിക്കണേ റഹ്മാനെ. അവസാനം കാമിലായ ഈമാനോടെ ഒരാളുടെയും ബാധ്യതയില്ലാതെ ഹബീബായ നബി തങ്ങളെ വന്ന് കണ്ട് ഹബീബിനെ കണ്ട് റസൂലുള്ള പറയുന്ന സലാം കേട്ട് തിരിച്ചു മടങ്ങി ചൊല്ലിത്തരുന്ന തഹ്ലീൽ ഉറക്ക ചൊല്ലി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാളോട് ഉറപ്പില്ലാതെ ഒരാൾക്കും ഞങ്ങളോട് ഇങ്ങോട്ടും വെറുപ്പില്ലാതെ സന്തോഷത്തോടുകൂടെ നിന്റെ ലിഖായിലേക്ക് വരാൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചൂടെ ഞങ്ങളെ മക്കളുണ്ട്, പരീക്ഷ കാത്തിരിക്കുന്നവർ മുതഅല്ലിമീങ്ങളുണ്ട്. നീ സകല പരീക്ഷകളിലും വിജയം നൽകണേ റഹ്മാനെ. ദുനിയാവിന് മാത്രമല്ല ആഖിറത്തിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെ കൊടുക്കണേ റഹ്മാനെ. പെൺമക്കളെ കൊതിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ഏത് രോഗം കൊണ്ടും ഞങ്ങളെ പരീക്ഷിക്കാതെ ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم ارحم أمة محمد، اللهم ارحم أمة محمد، اللهم ارحم أمة محمد. اللهم ادفع عنا البلاء، اللهم ادفع عنا البلاء، اللهم ادفع عنا البلاء والوباء والقحط. اللهم ارفع عنا سيئات الأسقام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.